ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മൾ പൂനെയിൽ വന്നേക്കാണ്. പൂനെയിൽ ദ ലേറ്റസ്റ്റ് ബജാജിൻ്റെ പൾസർ 400ൻ്റെ ലോഞ്ചിന് വേണ്ടി വന്നേക്കാണ് ഇവിടെ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടും ബിഗ്ഗസ്റ്റ് ആയിട്ടും പവർഫുൾ ആയിട്ടുള്ള പൾസറാണിത്. ഇത് പക്ഷേ ഡോമിനറായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുക വേണ്ട, ഡോമിനർ വേറെ വെഹിക്കിളായിരിക്കും. അത് അവരുടെ പ്രോ ടൂറിംഗ് കാറ്റഗറി വരുന്നതാണ്. പക്ഷേ ഇതൊരു സ്പോർട്ട് ബൈക്കാണ്. ഇത് നേക്കഡ് സ്പോർട്ട് കാറ്റഗറി ആയിട്ടുള്ള NS 400Z എന്നാണ് പറയുന്നത്. സെഡിനെ കുറിച്ച് അവർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എന്തായാലും അടുത്തൊരു മോഡലോട് കൂടിയിട്ട് സെഡ് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും. ബട്ട് ദിസ് ഇസ് ദിയർ മോസ്റ്റ് പവർഫുൾ ബൈക്ക്. നമുക്കിതിൻ്റെ സ്പെക്സിലേക്ക് കടക്കാം. ആദ്യം ഇതൊരു 373cc എഞ്ചിനാണ് വരുന്നത്. പ്രൊഡ്യൂസിങ് ക്ലോസ് ടു 40 PS പവറും 35 Nm ടോർക്കുമാണ്. പക്ഷേ അതിൻ്റെ ടോർക്ക് ബാൻഡിനാണ് പ്രത്യേകത വരാൻ പോകുന്നത്. വെരി ലീനർ ആക്സിലേഷൻ, വെരി സ്മൂത്ത് ആക്സിലേഷൻ വരാൻ പോകുന്നത്, വെരി ഹാർഡ് ആക്സിലേഷൻ വരാൻ പോകുന്നത്. ഒരു ടോപ്പ് സ്പീഡ് ക്ലെയിം ചെയ്യുന്നത് 154 ആണ്. നമ്മൾ ഇന്നിവിടെ മറ്റേ ലോഞ്ചിൻ്റെ ഇടയിൽ കുറേ സ്റ്റൺസും കാര്യങ്ങളൊക്കെ കണ്ടു. ഐ ഷുഡ് സേ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് മറ്റേ ലോഞ്ച് ഇവൻറ്റ്സ് ആയിരുന്നു. അത്യാവശ്യം നല്ല ഗോസ്റ്റ് റൈഡേഴ്സ്, നമ്മുടെ നാട്ടിൽ നല്ല ഗോസ്റ്റ് റൈഡേഴ്സിൻ്റെ ടെസ്റ്റ് സ്റ്റണ്ട് റൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. ഇനി ഈ വാഹനത്തിൻ്റെ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ സിലുവേറ്റ് പ്രോപ്പറായിട്ട് അവരുടെ NS ബൈക്സിൻ്റെ സിലുവേറ്റ് തന്നെയാണ്, അതിലൊരു തെറ്റിദ്ധരിക്കില്ല. പക്ഷേ ഫ്രണ്ടിൽ ഒരു ഡിസൈൻ ചേഞ്ച് വന്നേക്കുന്നത് ഇവിടെ ഈ ലൈറ്റ്സ് ആണ്. ഈ ഒരു ഒരു Z ഫോം പോലൊരു DRS വന്നേക്കുന്നു. താഴെ ഒരു ലൈറ്റ് വന്നത് പ്രൊജക്ട് ഹെഡ് ലാമ്പ്സ് ആണ്. മേളിൽ വന്നതിൻ്റെ കോൺസോൾ ഇത് കാണാം. കോൺസോൾ ഇതൊരു പുതിയ ടൈപ്പ് ഓഫ് കോൺസോളാണിത്. ഇതൊരു ബോണ്ടഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇതിൽ LCD പാനലും ഉണ്ട്, ഓട്ടോമാറ്റിക് ഡിസ്പ്ലേ ഉണ്ട്, സൈഡ് ബൈ സൈഡ് ആയിട്ട്. വെരി ക്രിസ്പ്. ചെറുതാണെങ്കിലും എല്ലാവരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര ഒച്ച ഉണ്ടാവും കേട്ടോ. വെരി ക്രിസ്പ് ആണെങ്കിലും വളരെ ചെറുതാണെങ്കിലും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. ഭയങ്കര നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഡിസ്റ്റൻസ് ആണെങ്കിലും വൃത്തി കാണാൻ പറ്റുന്ന രീതിയിലേക്ക്. നേരിട്ടൊരു റോഡിൽ കണ്ടീഷനിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് എത്രത്തോളം ക്ലിയർ ആണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്തായാലും ഐ ഫീൽ ഈ ഒരു ലൈറ്റിംഗ് ലൈൻ അത്യാവശ്യം ക്ലിയർ ആണ്. ബാക്കിലേക്ക് വന്നതിനോട് ഒരു USB പോർട്ടാണ്, അത്യാവശ്യമാണ് USB പോർട്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും വരുന്നത്. നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് ടേൺ ബൈ ടേൺ നാവിഗേഷനും കിട്ടും, മ്യൂസിക് കൺട്രോൾസും കിട്ടും. അതൊക്കെ ഇപ്പോൾ ഏകദേശം എല്ലാ ബൈക്സിലും കോമൺ തന്നെയാണ്. പിന്നെ സ്വിച്ച് ഗിയറിൻ്റെ ക്വാളിറ്റിയാണ്. സ്വിച്ച് ഗിയർ പൾസർ ഇതുവരെ ഡിസ്കൗണ്ട് ചെയ്തിട്ടില്ല. വളരെ നല്ല സ്വിച്ച് ഗിയർ ക്വാളിറ്റിയാണ്. എല്ലാ ബട്ടൺസും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് അവർ ചെയ്തിട്ടുമുണ്ട്. ഇറ്റ് ലുക്സ് ഗുഡ്. പിന്നെ വന്നേക്കുന്ന ഈ ഒരു ടാങ്കിൻ്റെ ഡിസൈനാണ്. പിന്നെ ഡിസൈനിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് ഫ്ലോട്ടിംഗ് പാനൽസ് പോലെ അവർ കൊടുത്തേക്കുന്നത്. നമുക്കെല്ലാം കാണാം, ഇവിടെയും ഫ്ലോട്ടിംഗ് പാനൽസ്, ഇവിടെയും ഫ്ലോട്ടിംഗ് പാനൽസ് ആയിട്ട് അതൊരു ഡിസൈനിലൊന്ന് എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ദ ബൈക്ക് ലുക്സ് വെരി ഗുഡ്, അതിലൊന്നും സംശയമില്ല. ഇതാണ് അവൻ്റെ ഒരു കളർ. 4 കളറിലെ ബൈക്ക് ഇറങ്ങുന്നത്. ഒന്ന് റെഡ്, പിന്നെ ഈ ബ്ലാക്ക്, പിന്നെ ഒരു വൈറ്റും, പിന്നെ ഗ്രേയും. ഇതൊരു ഒരു ബ്ലാക്ക് മോഡലാണ്. അതിൻ്റെ കുറച്ച് ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നു. ലുക്സ് ഗുഡ്, ഡെഫിനറ്റ്ലി ലുക്സ് ഗുഡ്. ഇൻഡിക്കേറ്റേഴ്സ് സെറ്റ് ചെയ്ത രീതി ആണെങ്കിലും എല്ലാം വളരെ വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്പ്ലേക്ക് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ 320 mm ഡിസ്പ്ലേക്കും ബാക്കിൽ 230 mm. ഡുവൽ ചാനൽ ABS ആണ്. പക്ഷേ നമുക്ക് 4 റൈഡ് മോഡ്സ് കൂടെ വരുന്നുണ്ട്. ഒന്ന് സ്പോർട്ട്, പിന്നെ റെയിന്, റോഡ്, പിന്നെ ഓഫ് റോഡിലായി കഴിഞ്ഞാൽ കുറച്ച് ബാക്കിൻ്റെ റെയർ ABS ഒന്ന് ഡിസ്കണക്റ്റ് അല്ല ചെയ്യുന്നത്, ട്യൂൺ ചെയ്തേക്കാണ്, കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യില്ല. അതുപോലെ തന്നെ ഓരോ കാറ്റഗറിക്കും ഓരോ രീതിയിലുള്ള പവർ ഡെലിവറിയാണ്. പിന്നെ റൈഡ് ബൈ വയർ ടെക്നോളജി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റ് പവർ ഡെലിവറി ആയിരിക്കും. നമുക്ക് ഓരോ മോഡ്സ് വഴി ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും മനസ്സിലാവണം. എന്തെങ്കിലും റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വൃത്തിക്ക് മനസ്സിലാവും. റൈഡിങ് ട്രയാങ്കിളിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും നമ്മൾ റൈഡിന് വരുമ്പോൾ തന്നെ ഞാൻ സംസാരിക്കാം. പിന്നെ ആകെ മൊത്തം ഇതിൽ വരുന്നത് ഇപ്പോൾ ഈ സ്പെക്സും ചാനലൊക്കെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ബൈക്സിൻ്റെ കൂടുതൽ ഒരു പ്രോപ്പർ റിവ്യൂവിൽ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിരുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ പ്രൈസാണ്. ഇൻട്രൊഡക്റ്റീവ് പ്രൈസ് ആയിട്ടുള്ള 1.85 lakhs ഇപ്പോൾ ഈ ബൈക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മൈൻഡ് ബ്ലോയിങ്, അടിപൊളി പ്രൈസിംഗ് ആയിട്ടുണ്ട്. അത് ഇൻട്രൊഡക്റ്റീവ് പ്രൈസ് എന്ന് പറയുന്നു. എത്ര സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5,000 rupees ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം പോയിട്ട് തന്നെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. സോ ദിസ് ദ ഹോൾ ബൈക്ക്. ഇതിൻ്റെ നിങ്ങൾക്ക് ഈ ബൈക്ക് ഇഷ്ടമുണ്ടെന്ന് ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വാഹനത്തിന് നമ്മൾ പ്രോപ്പർ റിവ്യൂ കൊണ്ടുവരുന്നതായിരിക്കും. സോ ടിൽ ദെൻ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ്.